ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ ഗൂഗിൾ കോണ്ടാക്ട്സ് നിന്ന് ഡിലീറ്റ് ആയി പോയിട്ടുള്ള കോണ്ടാക്ട്സ് നമ്മളെങ്ങനെ റിക്കവർ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ഫോണെല്ലാം മാറ്റുന്ന സമയത്ത് നമ്മൾ കോണ്ടാക്ട്സ് മിക്കവാറും ഗൂഗിൾ കോണ്ടാക്ട്സിലായിരിക്കും. അപ്പോൾ ഫോണിൽ നിന്ന് നമ്മൾ ഗൂഗിൾ കോണ്ടാക്ട്സ് മൊത്തം ഡിലീറ്റ് ആക്കി പോയി കഴിഞ്ഞാലും നമുക്കതെങ്ങനെ റിക്കവർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ മെയിൽ ID ഏതെങ്കിലും കമ്പ്യൂട്ടറിൽ ഒന്ന് ലോഗിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ മൊബൈലിൽ ഏതെങ്കിലും ഒരു ബ്രൗസറിലോ ഓപ്പൺ ചെയ്താലും മതി. അതിന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഗൂഗിൾ ക്രോമാണ് യൂസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ ലാപ്ടോപ്പിൽ. അതിനുശേഷം ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു കോണ്ടാക്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐക്കൺ കാണാൻ പറ്റും ഗൂഗിളിൽ. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളോട് മെയിൽ ID ഏതാണെന്ന് ചോദിക്കും. നിങ്ങളുടെ മെയിൽ ID ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റെ സിസ്റ്റത്തിൽ ഓൾറെഡി എൻ്റെ മെയിൽ ID ഉണ്ടായതുകൊണ്ട് ഇങ്ങനെയാണ് വന്നത്. ഞാൻ എൻ്റെ മെയിൽ IDയുടെ പാസ്വേഡ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ ഗൂഗിൾ കോണ്ടാക്ട്സ് ഓപ്പൺ ആക്കി വന്നിട്ടുണ്ട്. ഈ ഗൂഗിൾ കോണ്ടാക്ട്സിൽ ഞാൻ ഏതെങ്കിലും ഒരു കോണ്ടാക്ട്സ് ഡിലീറ്റ് ആക്കി കളഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ട്രാഷ് എന്നുള്ള ഈ ഒരു ബിന്നിൽ നമുക്ക് ആ ഒരു കോണ്ടാക്ട്സ് കാണാനായിട്ട് പറ്റും. നമ്മൾ മൊബൈൽ ഉപയോഗിച്ചിട്ട് അറിയാതെ എങ്ങാണ്ടും നമ്മുടെ ഗൂഗിൾ കോണ്ടാക്ട്സ് വല്ലതും ഡിലീറ്റ് ആക്കി കളഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബിന്നിനകത്ത് വന്നിട്ട് നമ്മുടെ ആ ഒരു ഗൂഗിൾ കോണ്ടാക്ട്സ് കിടക്കുന്നുണ്ടാവും. തിരിച്ച് നമുക്ക് ഈ ഒരു ഇവിടെ നിന്ന് ഇപ്പോൾ ഞാൻ ഒറ്റൊന്നും ഡിലീറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് എൻ്റെ ട്രാഷ് 0 ആയി കിടക്കുന്നത്. നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കിടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് മൊത്തം ഇവിടെ കാണാനായിട്ട് പറ്റും. അത് നിങ്ങൾക്ക് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും തിരിച്ച് നമുക്കത് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 30 ഡേയ്സിൻ്റെ ഉള്ളിലാണെങ്കിൽ മാത്രമേ നമുക്ക് അത് എടുക്കാൻ പറ്റുള്ളൂ. 30 ദിവസം ഒരു 1 വീക്ക് കഴിഞ്ഞ കോണ്ടാക്ട്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് തിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇവിടെ നിന്ന് നേരെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാം. നമ്മുടെ കോണ്ടാക്ട്സ് ഡിലീറ്റ് ആയ കോണ്ടാക്ട്സ് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ എൻ്റെ മൊബൈലിൽ നിന്ന് എൻ്റെ ഈ സെയിം മെയിൽ ID ആണ് എൻ്റെ മൊബൈലിൽ ലോഗിൻ ചെയ്തിട്ടുള്ളത്. ഞാൻ എൻ്റെ മൊബൈലിൽ നിന്ന് ഒരു കോണ്ടാക്ട്സ് ഡിലീറ്റ് ആക്കി കളയുന്നുണ്ട്. എന്നിട്ട് നമുക്കത് ഇവിടെ വരുന്നുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ മൊബൈലിൽ നിന്ന് ഒരു കോണ്ടാക്ട്സ് ഡിലീറ്റ് ആക്കി കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാനത് ആ ഒരു കോണ്ടാക്ട്സ് ഇപ്പോൾ എൻ്റെ മൊബൈലിൽ ഇല്ല. ഇനി ഞാനത് എങ്ങനെ അത് റിട്രീവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഞാൻ ഇതിനകത്ത് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു 2 കോണ്ടാക്ട്സ് ഡിലീറ്റ് ആക്കിയ കോണ്ടാക്ട്സ് ഇവിടെ കാണാൻ പറ്റും. ഞാൻ ആ 2 കോണ്ടാക്ട്സും സെലക്ട് ചെയ്തിട്ട് ഇവിടെ റിക്കവർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓരോന്നായിട്ട് റിക്കവർ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ റിക്കവറി ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ റിക്കവർ എന്നുള്ളത് കൊടുത്തു. ഇപ്പം നമുക്ക് നോക്കാം, ഈ ട്രാഷിൽ പോയി 0 ആയി. 2 കോണ്ടാക്റ്റ് എൻ്റെ ഗൂഗിൾ കോണ്ടാക്ട്സിലോട്ട് വീണ്ടും ആഡായി. ഇപ്പോൾ അത് എൻ്റെ ഈ ഒരു കോണ്ടാക്ട്സിൽ വന്നിട്ടുണ്ട്. ഇപ്പം എൻ്റെ മൊബൈലിലും ആ ഒരു കോണ്ടാക്ട്സ് വന്നിട്ടുണ്ട്. ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങളറിയാതെ നിങ്ങളുടെ കോണ്ടാക്ട്സ് വല്ലതും ഡിലീറ്റ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് റിട്രീവ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും.